പിന്നെ എങ്ങനെയായിരുന്നു സംഗീതത്തിന്റെ തുടക്കം? ആരാണ് ഗുരു? സാർ, എൻ്റെ ഗുരു എൻ്റെ അമ്മയാണ്. കാരണം ഞാൻ കുഞ്ഞിലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ താരാട്ട് പാടിത്തരുമ്പോൾ ഞാൻ ആ പാട്ട് കേട്ട്, പിന്നെ അമ്മ പ്രൊഫഷണൽസ് ഒന്നും വന്നില്ലെങ്കിലും അമ്മ ഒരുപാട് പണ്ടൊക്കെ ബാലയൊക്കെ നമുക്ക് ലൈവ് അല്ലേ സാർ പാടുന്നത്. അപ്പോൾ നെടുമുടി സാറിൻ്റെ കൂടെ നെടുമുടി സാറ് മൃദംഗം വായിച്ച് അമ്മ പാട്ട് പാടി. അങ്ങനെ അമ്മ ഒരു സിംഗർ ആയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റിയില്ല. അമ്മ എന്നിലൂടെയാണ് അമ്മയുടെ ആഗ്രഹം നിറവേറിയത്. ഈ സ്റ്റേറ്റ് ലെവലില് ലൈറ്റ് മ്യൂസിക്കും അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിമിക്രിക്കും കിട്ടിയിട്ടുണ്ടോ? സ്റ്റേറ്റിലെ ലൈറ്റ് മ്യൂസിക്കും മിമിക്രി ഒരുമിച്ചാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഈ മിമിക്രി ആരൊക്കെയായിരുന്നു? മിമിക്രി കുറച്ച് സിംഗേഴ്സിന്റെ വോയിസ് ആണ് ഇമിറ്റേറ്റ് ചെയ്തത്. ഏതെങ്കിലും ഒരു 3-4 നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രമേശിക്ക് വേണ്ടിയിട്ട്. സാർ, മിമിക്രി എന്ന് പറയുന്നത് പകുതിയും സൗണ്ടിന്റെ ഒരു ഇതാണ്. എന്നാലും സാർ ഞാൻ ശ്രമിക്കാം. കുറെ വർഷമായി സാർ. നോക്കാം. പൂനീലാവ് ഏന നെഞ്ച നേറായാണ് പൂങ്കിനാവ് ഒത്തിരി നാള് നനച്ചിരും ഏന നീയും തേനൂറും പൂവാണെന്ന് ഏന നീയെന്നും തേനൂറും നെക്സ്റ്റ് നിലാപ്പൊങ്കലായല്ലോ. ശുഭ. നിലാപ്പൊങ്കലായല്ലോ പാടടി നീ ഓ നിലാപ്പൊങ്കലായല്ലോ പാടടി നീ ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും ഞാൻ തണുപ്പോടും ആ നാട്ടിൽ നിങ്ങളും വായോ ഓ അടുത്തതാരാണ്? ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. നൈസ് നൈസ്.